എല്ലാവർക്കും നമസ്കാരം. മുരുകഭക്തർ എല്ലാവരും ഒരു വർഷമായി കാത്തിരിക്കുന്ന മഹാസ്കന്ദഷഷ്ഠി വരുന്നത് ഇത്തവണ 2025 ഒക്ടോബർ 27 തിങ്കളാഴ്ചയാണ്. പൊതുവായി തുലാമാസത്തിൽ വരുന്ന സ്കന്ദഷഷ്ഠിക്ക് ധാരാളം ഭക്തർ 6 ദിവസമാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. ശത്രുനാശം, സന്താനലാഭം, സന്താന സൗഖ്യം, കുടുംബക്ഷേമം എന്നിവയ്ക്ക് ഉത്തമമാണ് സ്കന്ദഷഷ്ഠി വ്രതാനുഷ്ഠാനം. ഒരു സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത് 6 ഷഷ്ഠി വ്രതം എടുക്കുന്നതിന് തുല്യമാണ്. ദാമ്പത്യ സന്താന ദുഃഖവും ദുരിതങ്ങളും സ്കന്ദഷഷ്ഠി വ്രതം ആചരിക്കുന്നവരെ ബാധിക്കാറില്ല. 6 ദിവസം വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കാർത്തിക മാസത്തിലെ പ്രഥമ തിഥിയായ 2025 ഒക്ടോബർ 22 മുതലാണ് വ്രതം തുടങ്ങേണ്ടത്. എല്ലാ മാസവും വെളുത്തപക്ഷം ഷഷ്ഠിക്കാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതിൻ്റെ തലേദിവസമായ പഞ്ചമിക്കും പ്രാധാന്യമുണ്ട്. അന്ന് പൂർണ്ണ ഉപവാസത്തോടെ അല്ലെങ്കിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതനിഷ്ഠകൾ എല്ലാം പാലിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ അതിരാവിലെ കുളിച്ച് ഭഗവാൻ മുരുകസ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി സുബ്രഹ്മണ്യ മൂലമന്ത്രം, ഭഗവാന്റെ ദ്വാദശനാമ മന്ത്രം, സുബ്രഹ്മണ്യ അഷ്ടോത്തരം, സുബ്രഹ്മണ്യ പഞ്ചരത്നം, സുബ്രഹ്മണ്യ കവചം, സുബ്രഹ്മണ്യ സഹസ്രനാമം, ഷഷ്ഠി ദേവി മന്ത്രം, ഷഷ്ഠി ദേവി സ്തുതി എന്നിവ ജപിക്കാവുന്നതാണ്. ഇതുകൂടാതെ സ്കന്ദപുരാണം, സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ എന്നിവ പാരായണം ചെയ്യാവുന്നതുമാണ്. 6 ദിവസം വ്രതമെടുക്കുന്നവർ തലേന്ന് മുതൽ ഒരിക്കൽ ഊണോടുകൂടി വ്രതം ആരംഭിക്കുക. ഷഷ്ഠി തിഥിയുടെ തലേ ദിവസം, അതായത് പഞ്ചമി വരെ ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ച് മറ്റു 2 നേരങ്ങളിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഇനി ഷഷ്ഠി ദിവസം ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പൂർണ്ണ ഉപവാസം എടുക്കാവുന്നതാണ്. ഇനി ഷഷ്ഠി ദിവസം മാത്രം നിങ്ങൾ വ്രതം എടുക്കുന്നതെങ്കിൽ തലേദിവസമായ പഞ്ചമി ദിവസം ഒരിക്കൽ ഊണോടുകൂടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പൂർണ്ണ ഭക്തിയോടും വ്രതനിഷ്ഠയോടും കൂടി ഷഷ്ഠി വ്രതം അനുഷ്ഠിച്ചാൽ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തോടൊപ്പം ശിവഭഗവാന്റെയും പാർവതി മാതാവിൻ്റെയും അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന പ്രധാന വ്രതമാണ് തുലാമാസത്തിൽ വരുന്ന സ്കന്ദഷഷ്ഠി വ്രതം. സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ദീർഘായുസ്, വിദ്യ, സദ്ഗുണങ്ങളുള്ള സന്താനങ്ങൾ ഉണ്ടാകുവാനും സന്താന സ്നേഹം ലഭിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുവാനും രോഗങ്ങൾ മാറുവാനും സർവകാര്യ വിജയവും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ തവണത്തെ മഹാസ്കന്ദഷഷ്ഠി വ്രതം എല്ലാവരും അനുഷ്ഠിക്കുക. എല്ലാവർക്കും മുരുകഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.